ये वो मिट्टी है इस देश की जिसमें मेरा परिवार का खून मिला हुआ है, जिसके लिए हम आज लड़ रहे हैं, जिसके लिए आपके पूर्वजों ने जान दी है, आपके पूर्वजों ने पसीना और खून बहाया है। ये वो मिट्टी है। 2019 രാഹുൽ ഗാന്ധി അമേഠിക്കൊപ്പം വയനാട്ടിലും മത്സരിച്ചു. അമേഠിയിൽ പരാജയപ്പെട്ടു. അങ്ങനെ രാഹുൽ ഗാന്ധി വയനാടിന്റെ മാത്രം MP ആയി. ഇത്തവണ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നത് കോൺഗ്രസിലെ ശക്തമായ ആവശ്യമായിരുന്നു. രാഹുലിനൊപ്പം പ്രിയങ്കയും സ്ഥാനാർത്ഥിയായാൽ അത് കോൺഗ്രസിന് നേട്ടമാകുമായിരുന്നു. ചർച്ചകൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി മാത്രം മത്സരിക്കാൻ തീരുമാനിച്ചു. അതും 5 തവണ സോണിയാഗാന്ധി വിജയിച്ച റായ്ബറേലി മണ്ഡലത്തിൽ. റായ്ബറേലിയിൽ പ്രിയങ്കയും അമേഠിയിൽ രാഹുലും മത്സരിക്കുക എന്ന കോൺഗ്രസ് ആവശ്യം പൂർണ്ണമായി നടന്നില്ലെങ്കിലും രാഹുൽ ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിൽ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. റായ്ബറേലിയിൽ രാഹുൽ വിജയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം മണ്ഡലം ഇന്ന് സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. വയനാട്ടിലും രാഹുലിന്റെ വിജയം ഉറപ്പാണ്. 2 വിജയിച്ചാൽ ഒരു മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. അത് വയനാട് തന്നെയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമുണ്ടാക്കുകയാണെങ്കിൽ വയനാട് ഉപേക്ഷിച്ച് UPയിൽ നിന്നുള്ള MP ആയി നിൽക്കാൻ തന്നെയാകും രാഹുൽ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ രാഹുൽ വയനാടിനെ അവഗണിച്ചു എന്ന തോന്നലുണ്ടാകാം. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയും BJP നേതാവുമായ K. സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം തുടങ്ങിയത് തന്നെ. അന്ന് രാഹുൽ പറഞ്ഞത് വയനാട് എന്റെ കുടുംബമാണ് എന്നാണ്. സോണിയാഗാന്ധിയോട് വയനാട്ടിൽ വന്ന് താമസിക്കാൻ താൻ ആവശ്യപ്പെട്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. രാഹുൽ അപ്പോൾ എങ്ങനെ വീടിനെ തള്ളി പറയും? അതിനാൽ തന്നെ പ്രിയങ്കയെ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ സാധ്യത ഏറെയാണ്. അതേസമയം മത്സരിക്കുകയാണെങ്കിൽ അത് UPയിൽ നിന്ന് തന്നെ എന്ന തീരുമാനമാണ് പ്രിയങ്കയ്ക്ക്. തോറ്റാലും വേണ്ടില്ല, UPയിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പ്രിയങ്ക നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ കണക്കാക്കിയാകും പ്രിയങ്കയുടെ വയനാട് മത്സരം. പ്രിയങ്ക കൂടി പാർലമെന്റിനുള്ളിൽ വേണം എന്ന നിലപാടിൽ തന്നെയാണ് ഇന്നും കോൺഗ്രസ്.